നമ്മളെല്ലാവരും നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഡ്രസ്സ് ചെയ്യുന്ന പോലെയല്ല പുറത്തേക്ക് ഇറങ്ങുമ്പം ഒരു പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ഡ്രസ്സ് ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ചും കൂടി വാല്യുബിൾ ആയിട്ടുള്ളൊരു ലുക്ക് ഉണ്ടാവണം, ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടിയും ആ ഒരു ഡ്രസ്സ് നമുക്കൊന്നും ഭംഗിയുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ തടി കൂടിയോ തടി കുറഞ്ഞോ, അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സ് നമ്മൾ പോകുന്ന ആ ഒരു പെർട്ടിക്കുലർ ഒക്കേഷനിലേക്ക് ചേരുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ഡ്രസ്സ് ഇടുന്നത്. സോ ഇന്ന് എൻ്റെ കുറച്ച് ചുരിദാർ കളക്ഷൻസും അതിൻ്റെ കൂടെ ഞാൻ ആ ഒരു ചുരിദാർ ഏത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഹിജാബ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നും കൂടിയുണ്ട്. സോ ഇതാണ് ഈ ഒരു വൈറ്റ് ചുരിദാറാണ് നമ്മുടെ ഫസ്റ്റത്തെ ചുരിദാർ. ഇത് വന്നിട്ട് എന്നെ എപ്പോഴും പറയുന്നത്, നമ്മളെപ്പോഴും ഒരു വൈറ്റ് കളർ ഡ്രസ്സ് നമ്മുടെ വാർഡ്രോബ് എസെൻഷ്യലാണ്. കാരണം വൈറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസി ആൻഡ് ഒരു പ്രീമിയം ഷെയ്ഡാണ്. സോ നമുക്കൊരു ഫോർമൽ വെയർ ആയിട്ടും അതുപോലെ തന്നെ ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ലുക്ക് നമുക്ക് എളുപ്പത്തിൽ അഫോർഡ് ചെയ്യാൻ ഒരു വൈറ്റ് ഷെയ്ഡിന് അതിഗംഭീരമായിട്ട് സാധിക്കും. സോ വൈറ്റ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് കൊണ്ടുവരാം. ഇനി ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ചുരിദാർ എന്ന് പറയുന്നത്. ഈ ഒരു ഷെയ്ഡ് ഞാനൊരു എത്നിക് സെക്ഷനൊക്കെ ആക്കിയിട്ട് എടുത്തതാണ്. കാരണം ഇത് അത്രയും അട്രാക്റ്റീവാണ്. ഞാനിത് അധികം മാരേജ് ഫംഗ്ഷനൊക്കെയാണ് ഇടാറുള്ളത്. അതായത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതൊരു സിൽക്ക് മെറ്റീരിയലാണ്, റയോൺ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു സിൽക്ക് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഷൈനിയാണ്. ആൻഡ് ഇനി നമുക്ക് നെക്സ്റ്റ് ചുരിദാർ നോക്കാം. ഇതൊരു പേസ്റ്റൽ ഷെയ്ഡായിട്ട് ഞാൻ എടുത്ത ഒരു ഇതാണ്. ഇത് സിൽക്കാണ് കേട്ടോ. ഇത് പാർട്ടി വെയർ ആയിട്ടും നമുക്ക് അല്ലാണ്ടൊക്കെ യൂസ് ചെയ്യാം. ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു മെലിഞ്ഞ ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള മെറ്റീരിയലാണിത്. സോ ഡെഫിനറ്റായിട്ടും ചുരിദാർ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും നമ്മൾ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ നമ്മൾ കോളേജിലേക്കൊക്കെ ഓഫീസിലേക്കൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കളർ ഡ്രസ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഡ്രസ്സുള്ള രീതിയിൽ തോന്നിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലെയിൻ ടോപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഒരു ചുരിദാർ ആക്ച്വലി ടോപ്പ് നല്ല പ്ലെയിനാണ്, സോളിഡ് പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലാക്ക് ടോപ്പിലേക്ക് ഞാൻ ഒരുപാട് ഷോൾ വെച്ച് പെയർ ചെയ്യലുണ്ട് കുർത്തയായിട്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചുരിദാർ എടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന ചുരിദാർ ഇതാണ്. ഇതൊരു 3 പീസ് സൽവാർ സെറ്റാണ്. ഇത് വന്നിട്ട് ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ, ജോർജറ്റ് മെറ്റീരിയലാണ്. ടോപ്പ് വരുന്നത് വർക്ക് കുറവാണ് ടോപ്പിൽ. പക്ഷേ ആ ഉള്ള വർക്ക് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ലുക്ക് തരുന്നൊരു വർക്കാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഇങ്ങോട്ട് അടിയിക്ക് വന്നിട്ട് സിമ്പിളായിട്ടുള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. എൻഡ് പോർഷനിലൊക്കെ ഉള്ള ആ ഒരു വർക്ക് യോക്ക് പോർഷനിലുണ്ട്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റിൽ ടോപ്പിൻ്റെ എൻഡിൽ മാത്രം ആ ലേസ് വർക്കും കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് തടിയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് ഫ്ലോയി ആയിട്ട് നിൽക്കും. ഇങ്ങനെ സ്റ്റിഫ് ചെയ്ത് ഇങ്ങനെ ഒന്നായിട്ട് വിടർന്ന് നിൽക്കില്ല. ഇത് 3 മീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതായത് ആംഗിൾ ലെങ്ത്ത് ഇല്ല എന്നാൽ നല്ല ഹൈറ്റ് തോന്നുന്ന രീതിയിൽ ആംഗിൾ ലെങ്ത്ത് ഇല്ലാതെ ഒരു 3/4 കഴിഞ്ഞിട്ടുള്ള ഒരു ലെങ്ത്തിലാണ് ഇത് വരുന്നത്. 3 മീറ്റർ ആണ് ഇതിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പാൻസ് നോക്കാം. പാൻസ് വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പെൻസിൽ പാൻസ് പോലെയാണ് വരുന്നത്. അതിൻ്റെ എൻഡ് പോർഷനിലായിട്ട് ടോപ്പിൻ്റെ അതേപോലത്തെ ലേസ് വർക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ദുപ്പട്ടയിൽ വന്നിട്ടുള്ള വർക്ക് ഒന്നും കൂടി ഒരു ക്ലാസി ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ് ചെയ്തൊരു വർക്കാണ് കേട്ടോ അതിൻ്റെ ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്നും കൂടി ഒരു പ്രീമിയം പ്രോഡക്റ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് 3 മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വൺ സൈഡൊക്കെ ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്ര തന്നെ നീളവും വീതിയും ഉണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ഹിജാബ് എങ്ങനെ ഇടുക എന്ന് നോക്കാം. ഞാൻ 2 രീതിയിൽ ഇതിലേക്ക് ഷോൾ ഇടലുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചുരിദാറിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഷോൾ ഇടുക തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷോൾ വന്നിട്ട് ഒന്ന് വൺ സൈഡ് ആയിട്ടാണ് അധികം. പിന്നെ ചില കേസിൽ എനിക്ക് വൺ സൈഡ് കുറച്ചും കൂടി ഒരു കവറേജ് ഇല്ലയെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഹിജാബ് വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ പെയർ ചെയ്യുക. ഇതൊരു അമേസിങ് ഹിജാബാണ് കേട്ടോ. ഭയങ്കര ഫ്ലഫി ആയിട്ട് നിൽക്കുന്ന, കുറച്ചും കൂടി നമ്മുടെ ഫേസിന് കുറച്ചൊന്നിങ്ങനെ ഒരു ഒട്ടി നിൽക്കാത്ത തരത്തിലൊരു വിടർന്ന് നിൽക്കുന്ന ഒരു ഹിജാബാണ്. ഇതിൻ്റെ ആക്ച്വൽ മെറ്റീരിയൽ വന്നിട്ട് ഇത്
പ്ലീറ്റഡ് സിൽക്കാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചുരിദാറിലേക്ക് ഹിജാബ് എടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഏകദേശം ഒരു മാച്ചിങ് തോന്നുന്ന കളേഴ്സ് തമ്മിൽ വെച്ച് നോക്കിയിട്ടും നമുക്ക് അത് ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. നമ്മളുടെ ഡ്രസ്സിൻ്റെ കളർ ഹിജാബി ഗേൾസ് എന്ന് അടിച്ചെടുത്താൽ ആ ഡ്രസ്സ് ഇട്ട് ഒരുപാട് ഹിജാബി ഗേൾസിൻ്റെ പിക്സ് വരും. അപ്പോൾ അതിലൊക്കെ ഏറ്റവും നല്ലതും നമ്മളുടെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ളൊരു ഹിജാബും സെലക്ട് ചെയ്യാൻ നോക്കുക. സോ ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ്. ഇത് വന്നിട്ടൊരു ഫ്ലെയർ ആണ്. ഇത് 2 പീസിൻ്റെ ഫ്ലെയർ ആണ്. മാക്സി ഡ്രസ്സിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു ഡ്രസ്സ്. ആക്ച്വലി ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 4 മീറ്ററാണ് കേട്ടോ. ഇത് പക്ക കോട്ടൺ ആണ്. ഒരു സീക്വൻസ് വർക്ക് ഉണ്ട് യോക്ക് പോർഷനിൽ. ആൻഡ് ഇതിന് ഷോൾഡർ ഇല്ല, ഷോൾഡർ കുറവാണ്, ടോപ്പ് ഷോൾഡർ ആണ്. നമ്മുടെ സെൻറ്റർ പോർഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നല്ല വിട്ടത്തിൽ സ്കേർട്ട് പോലെ നല്ല ഫ്ലെയർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇത് ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്നതായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാനൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ലൂസായിട്ട് അധികം ചൂടൊന്നും ഇല്ലാണ്ടൊരു വന്നിട്ടുണ്ട്. ഇനി ഇതാണ് ഇതിൻ്റെ പാൻസ്. അപ്പം പാൻറ്റ് ഇതിൽ ഇട്ടാൽ ഇതിനോട് കാണില്ല കേട്ടോ. പാൻസ് കാണാത്തൊരു മോഡലാണ് ഇത് വന്നിട്ട്. ഇതിന് വന്നിട്ട് 1600 രൂപയാണ് കേട്ടോ വില. അപ്പോൾ പാൻറ്റിൻ്റെ മെറ്റീരിയലും ടോപ്പിൻ്റെ മെറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് കാലിക്കറ്റിലെ ഷോപ്പിക വെഡിങ് മാളിൽ നിന്നാണ്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ഇടുന്ന ഹിജാബ് ആഷ് കളറാണ്. അത് ലേസർ ജോർജറ്റ് ഫാബ്രിക് ആണ് വന്നിട്ട്. അതെന്തുകൊണ്ടാണ് ആഷ് കളർ എടുത്തതെന്ന് വെച്ചാൽ ഇതിൽ ഈ ഒരു വർക്ക് വന്നിട്ട് ആഷ് കളർ പ്രിൻസ് ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒന്നും കൂടി നല്ല മാച്ച്. അല്ലെങ്കിലും ഈ വർക്ക് ഈ കളർ അല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സിൽവർ കളർ അല്ലെങ്കിൽ ആഷ് കളറൊക്കെ എന്ന് പറയുന്നത് നേവി ബ്ലൂയിലേക്ക് നല്ല മാച്ചിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ കണ്ട ചുരിദാറിന് അതേപോലെ തന്നെ അതിലെ വർക്ക്സ് ലൈറ്റ് ആയതുകൊണ്ട് അവിടെ പ്ലെയിൻ കളർ എടുത്തു. പക്ഷേ പ്ലെയിനിൽ തന്നെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഉള്ള ഒരു പ്ലീറ്റ്സ് എടുത്തു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫുള്ളി ഫ്ലോറൽ വർക്ക് ആയിട്ടില്ല. നമ്മൾ ഔട്ട്ഫിറ്റ് കാണുന്ന സമയത്ത് ഒരു ഹെവി ലുക്ക് നൽകുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നമ്മൾ ഹിജാബ് എന്താണെന്ന് വെച്ചാൽ പ്ലെയിൻ ഹിജാബ് എടുക്കുക, ഒന്നുമില്ലാത്ത ഹിജാബ്സാണ് അതിലേക്ക് കൂടുതലായിട്ടും ചേരും. ആൻഡ് ഫൈനലി ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം. ഇത് വന്നിട്ട് ഡാർക്ക് ബ്രൗൺ കളറാണ് കേട്ടോ. ഫുള്ളി ഫ്ലോറൽ വർക്ക് ഉള്ളൊരു കളറാണ്. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇതിൽ ദുപ്പട്ട വന്നിട്ട് അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. കാരണം തീരെ കംഫർട്ടബിൾ അല്ല. ഇപ്പോൾ ഒരു ഡേ ഫുള്ള് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ചൂട് തോന്നുന്നൊരു മെറ്റീരിയലാണ്. റയോണിൽ സിൽക്കൊക്കെ ബ്ലെൻഡ് ചെയ്ത മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ഷോള് വന്നിട്ട് ഒരു സൈഡ് ഫുള്ള് വൈറ്റാണ്. ഇതിപ്പോൾ വീഡിയോയിൽ അധികം വൈറ്റ് അധികം കാണുന്നില്ല ഉണ്ടോ. നമ്മളുടെ ഷോളിൻ്റെ ഒരു സൈഡ് ഫുള്ള് ആക്ച്വലി ബ്രൗൺ കളറാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഫുള്ള് വൈറ്റാണ്. ഇപ്പുറത്തെ സൈഡ് ബ്രൗൺ ആണ്. അങ്ങനെ നല്ലൊരു തിക്കായിട്ടുള്ളൊരു ദുപ്പട്ടയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സ്റ്റിഫായിട്ടാണ് നിൽക്കുന്നത്, ഇങ്ങനെ വിടർന്ന് നിൽക്കും. പിന്നെ ഇതിന്മേൽ ഞാൻ വാങ്ങിയ സമയത്ത് ഗ്ലിറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു കുറച്ചൊരു 2 വാഷ് കഴിഞ്ഞപ്പോഴേക്കും ആ ഗ്ലിറ്ററും അതിൻ്റെ ആ ഒരു ഷൈനിങ്ങൊക്കെ പെട്ടെന്ന് വാങ്ങിപ്പോയി. അപ്പോൾ ഇതെനിക്ക് തീരെ ലാസ്റ്റ് ചെയ്തിട്ടില്ല ഈ ഒരു ചുരിദാർ. ഇനി ഇത് ഞാൻ ഇതിലേക്ക് വാങ്ങിയ ഷോളാണ്. അപ്പോൾ ഈ ഒരു ചുരിദാറിൽ ഒരുപാട് കളേഴ്സ് ഉള്ളതുകൊണ്ട് ആ ഒരു ചുരിദാറിൻ്റെ ആ ഒരു കളറിൽ, അതായത് ആ പ്രിൻ്റ് വരുന്ന കളർ കണ്ടോ, ആ കളറ് ഒരു ഹിജാബ് എടുത്തിട്ട് അതിൽ തന്നെ മൾട്ടി കളറുള്ള ഒരു ഹിജാബാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. മോള് ഇവിടുന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു ചുരിദാർ. പക്ഷേ ഈ ഒരു ഹിജാബ് ഇതിലേക്ക് പെയർ ചെയ്തപ്പം കുറച്ചും കൂടി ഒരു ബെറ്ററായിട്ട് തോന്നി. അപ്പോൾ അതുപോലെ നമ്മൾ ഡ്രസ്സ് അധികം മെച്ചമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹിജാബ് യൂസ് ചെയ്തിട്ടോ അല്ലാത്ത ആക്സസറീസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഔട്ട്ഫിറ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ് ആയി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.